ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ലോകമെമ്പാടും തുടരുന്ന യുദ്ധങ്ങൾക്കും സംഘർഷങ്ങൾക്കും അറുതി വരുത്തുവാനും സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമായി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഹ്വാനപ്രകാരം ആഗോള ജപമാല പ്രാർത്ഥന സംഘടിപ്പിച്ചു. മെയ് മാസത്തെ വണക്കമാസ ആചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ച് വത്തിക്കാനിലെ ലൂർദ് മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുന്നിലാണ് മാർപ്പാപ്പ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത്. വത്തിക്കാൻ സമയം വൈകുന്നേരം 7 മണിക്ക് ആരംഭിച്ച പ്രാർത്ഥനയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ നിന്നുള്ളവർ തത്സമയം പങ്കുചേർന്നു. ലിയോ 14 മാർപ്പാപ്പയും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയും തമ്മിൽ ടെലിഫോണിൽ സംഭാഷണം നടത്തി. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സുരക്ഷിതമായ ഉപയോഗം, ആഗോള സമാധാനം എന്നിവയായിരുന്നു ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടത്തിയ പ്രധാന വിഷയങ്ങൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതികവിദ്യ മനുഷ്യന്റെ നന്മയ്ക്കായി മാത്രം ഉപയോഗപ്പെടുത്തുക എന്നത് ഉറപ്പുവരുത്തേണ്ട കാര്യമാണെന്നും ഇരുവരും അടിവരയിട്ടു പറഞ്ഞു. കൂടാതെ മിഡിൽ ഈസ്റ്റ്, യുക്രൈൻ തുടങ്ങിയ മേഖലകളിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. ലിയോ 14 മാർപ്പാപ്പയുടെ വരാനിരിക്കുന്ന സ്പെയിൻ സന്ദർശനത്തിനെതിരെ സ്പെയിനിലെ സാത്താൻ ആരാധകരും യുക്തിവാദികളും ഇടതുപക്ഷ സംഘടനകളും ഞാൻ നിങ്ങളെ പ്രതീക്ഷിക്കുന്നില്ല എന്ന സന്ദേശമുയർത്തി മാർപ്പാപ്പയുടെ സന്ദർശനത്തെ ബഹിഷ്കരിക്കുവാനും പ്രതിഷേധിക്കുവാനുമാണ് ഇവരുടെ നീക്കം. ഒരു മുതിർന്ന ഫ്രീമേഴ്സൺ അംഗത്തിന്റെ നേതൃത്വത്തിലാണ് ഈ സഖ്യം രൂപീകരിച്ചിരിക്കുന്നത്. മാർപ്പാപ്പയുടെ സന്ദർശനത്തിന് സർക്കാർ ഫണ്ട് ഉപയോഗിക്കുന്നതിനെതിരെയും സ്പെയിനിലെ കത്തോലിക്ക സ്വാധീനത്തെ ചെറുക്കാനുമാണ് തങ്ങൾ പ്രതിഷേധിക്കുന്നതെന്നാണ് ഈ കൂട്ടായ്മ വ്യക്തമാക്കുന്നത്. പ്രതിഷേധങ്ങൾ ശക്തമാകുമ്പോഴും സ്പെയിനിലെ ഭൂരിപക്ഷ വിശ്വാസി സമൂഹവും കത്തോലിക്ക സംഘടനകളും മാർപ്പാപ്പയുടെ സന്ദർശനത്തെ വലിയ ആവേശത്തോടെയാണ് വരവേൽക്കുവാൻ ഒരുങ്ങുന്നത്. യുക്തിവാദികളുടെ ക്യാമ്പയിന് മറുപടിയായി വിശ്വാസികൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും സജീവമായി പ്രതിരോധം തീർക്കുന്നുണ്ട്. കൊളംബിയയിലെ കത്തോലിക്ക സഭ തങ്ങളുടെ ആരാധനക്രമ ജീവിതം കൂടുതൽ സജീവവും സുന്ദരവുമാക്കുന്നതിനായി പുതിയ ദേശീയ ആരാധനക്രമ ഗാനരൂപം തയ്യാറാക്കുവാൻ ഒരുങ്ങുന്നു. കൊളംബിയൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ആരാധനക്രമ കമ്മീഷൻ സംഘടിപ്പിച്ച ദേശീയ ആരാധനാക്രമ കോൺഗ്രസ് 2026 ഈ ചരിത്രപരമായ തീരുമാനം പ്രഖ്യാപിച്ചത്. വിശുദ്ധ ബലിയും മറ്റ് തിരുക്കർമ്മങ്ങളിലും പാടുന്ന ഗാനങ്ങളിൽ അച്ചടക്കവും ഏകീകരണവും കൊണ്ടുവരികയാണ് ഇതിലൂടെ സഭ ലക്ഷ്യമിടുന്നത്. മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ ദീപികയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ശതോത്തര റൂബി ജൂബിലി വാർഷികാഘോഷങ്ങൾക്ക് മെയ് 31 ഞായറാഴ്ച കോട്ടയത്ത് തുടക്കമാകും. ഉച്ചകഴിഞ്ഞ് 2:30 കോട്ടയം മാമൻ മാപ്പിള ഹാളിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ഉപരാഷ്ട്രപതി ഡോക്ടർ CP രാധാകൃഷ്ണൻ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അധ്യക്ഷത വഹിക്കുന്ന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ മുഖ്യപ്രഭാഷണം നടത്തും. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ ചടങ്ങിൽ അണിനിരക്കും. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.